ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഞാനിന്നിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷകളെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ട് കാണും. കേരള കത്തോലിക്ക സഭയിൽ 26 വർഷത്തോളമായി സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് IHS മിനിസ്ട്രി. ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്നതും ഇതിൻ്റെ നെടുന്തൂണമെന്ന് പറയുന്നത് ബ്രദർ ബിജു ഓഫ് ഇമ്മാക്കുലേറ്റ് മേരി എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റു ചില സഹോദരന്മാരുമുണ്ട്. ഈ മിനിസ്ട്രിയുടെ പ്രത്യേകത, ജീവിതത്തിൽ വിശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സത്യപ്രബോധനം നൽകി വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ മിനിസ്ട്രിയുടെ ഏക ലക്ഷ്യം. ഈ ബിജു ഓഫ് ഇമ്മാക്കുലേറ്റ് മേരി ബ്രദറിനെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത് ബിജു ചേട്ടാ എന്നാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത്? സമ്പൂർണമായ ദൈവാശ്രയത്വമാണ് ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത്. ഈ ദൈവാശ്രയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് സഭയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അഹോരാത്രം ഇദ്ദേഹം ജോലി ചെയ്യുകയാണ്. IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ പല രീതിയിലാണ് സഭയെ വളർത്തുന്നത്. ഒന്ന് പുസ്തക ശുശ്രൂഷയാണ്. ഇദ്ദേഹം ബിജു ബ്രദർ ഓഫ് ഇമ്മാക്കുലേറ്റ് മേരി അദ്ദേഹം ഏതാണ്ട് 25-ൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വായനക്കാരിൽ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ജനിപ്പിക്കുന്നതാണ്. എൻ്റെ ഈശോ, എൻ്റെ സർവസ്വം, സഹനം, സന്തോഷത്തിൻ്റെ മാതാവ്, കത്തോലിക്ക സഭയിലൂടെ ഒരു തീർത്ഥയാത്ര തുടങ്ങിയ പുസ്തകങ്ങൾ അവയിൽ ചിലതാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചേട്ടൻ്റെ ഒരു പുസ്തകമെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ആ പുസ്തകത്തിലൂടെ പറയുന്നതെന്ന്, ദൈവത്തിൻ്റെ ജ്ഞാനം എത്രമാത്രമാണ് ബിജു ബ്രദറിന് ലഭിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. രണ്ടാമതായിട്ട് ഈ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളെന്ന് പറയുന്നത് ഓൺലൈൻ ധ്യാനങ്ങളാണ്. എല്ലാ മാസവും IHS മിനിസ്ട്രി ഓൺലൈൻ ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള ധ്യാനങ്ങളാണ്. ഈ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നത് വലിയ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമാണ്. മൂന്നാമതായിട്ട് താമസിച്ചുള്ള ധ്യാനങ്ങളും ഈ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. നിരവധി ധ്യാനങ്ങൾ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോഴിതാ ഉടനെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയിലുള്ള നിർമ്മല റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് ധ്യാനം നടക്കുന്നുണ്ട്. ആ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ മിനിസ്ട്രിയുടെ 5 പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ മിനിസ്ട്രിയുടെ ഏക ലക്ഷ്യം ദൈവമഹത്വവും സഭയുടെ വളർച്ചയുമാണ്. 2, ഈ മിനിസ്ട്രിയിൽ വലിയവനോ ചെറിയവനോ ഒന്നുമില്ല. എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവം ഉപയോഗിക്കുന്നവരുമാണ്. മൂന്നാമതായിട്ട്, ഈ മിനിസ്ട്രി ദൈവവചനത്തോടൊപ്പം സഭാപ്രബോധനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ധ്യാനങ്ങളും ക്ലാസ്സുകളും നൽകുന്നത്. നാലാമതായിട്ട്, ഈ മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത, ആനുകാലിക പ്രശ്നങ്ങൾ, സഭ നേരിടുന്ന ആനുകാലിക പ്രശ്നങ്ങളിൽ ദൈവികമായ ഉത്തരം എങ്ങനെ കണ്ടെത്താം എന്നുള്ള ചിന്തയും ഈ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളിലുണ്ട്. അഞ്ചാമതായിട്ട്, ഈ മിനിസ്ട്രിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിശുദ്ധിയിൽ വളർന്ന് ഈശോയെപ്പോലെ ആയിത്തീരണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ മിനിസ്ട്രി പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതെല്ലാം പറഞ്ഞ ഞാൻ ആരാണെന്നല്ലേ? എനിക്ക് ബിജു ചേട്ടനുമായിട്ട് 10-24 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് സെമിനാരിയിൽ ചേർന്ന് 4-ാം വർഷം അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അഹോരാത്രം ഞങ്ങളുടെ ബന്ധം തുടരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന, വ്യക്തിപരമായി അടുത്തറിയാവുന്ന ബിജു ചേട്ടൻ്റെ മിനിസ്ട്രിയുടെ തുടക്കം മുതൽ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ദൈവം വഴി നടത്തിയ ഓരോ വഴികളും ദൈവം നൽകിയ ഉയർച്ചയും. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഈ മിനിസ്ട്രിയുടെ ആത്മീയ സഹായിയായിട്ട് പ്രവർത്തിക്കാനും ദൈവം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഞാനൊരു കപ്പൂച്ചിൻ വൈദികനാണ്. എൻ്റെ പേര് ഫാദർ മാത്യു കരിപ്പാൽ എന്നാണ്. നിങ്ങളെല്ലാവരെയും IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. IHS മിനിസ്ട്രിയോട് ചേരുക എന്ന് പറഞ്ഞാൽ ഈശോയോട് കൂടുതൽ അടുക്കുക എന്നാണ് അർത്ഥം.